ബ്രദർ ക്ലൗസ് ഒരു മനുഷ്യൻ്റെ ആത്മീയത ഒരു രാജ്യത്തിൻ്റെ വഴികാട്ടിയായപ്പോൾ സ്വിറ്റ്സർലൻഡ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലെത്തുന്നത് മഞ്ഞുമൂടിയ ആൽപ്സ് മലനിരകളും നീല തടാകങ്ങളും ബാങ്കുകളും കൃത്യതയാർന്ന ജീവിത ശൈലിയുമാകാം. എന്നാൽ ഒരു രാജ്യത്തിൻ്റെ ആത്മാവ് അതിൻ്റെ സമ്പത്തിലോ പ്രകൃതി സൗന്ദര്യത്തിലോ മാത്രം ഒതുങ്ങുന്നില്ല. പ്രതിസന്ധികളുടെ കാലത്ത് അതിനെ ഒരുമിച്ച് നിർത്തിയ മൂല്യങ്ങളിലും മനുഷ്യരിലുമാണ് അതിൻ്റെ യഥാർത്ഥ ശക്തി തെളിയുന്നത്. സ്വിസ് ചരിത്രത്തിൽ അത്തരമൊരു പേരാണ് നിക്കോളാസ് ഫോൺ ഫ്ലൂയെ. സ്വിസ് ജനത അദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിക്കുന്നത് ബ്രദർ ക്ലൗസ് എന്നാണ്. മതപരമായ പരിധികൾക്കപ്പുറം നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു വലിയ ചോദ്യം നമ്മുടെ മുന്നിൽ ഉയർത്തുന്നു. ഒരു മനുഷ്യൻ്റെ ആന്തരികമായ ആത്മീയ അന്വേഷണത്തിന് ഒരു സമൂഹത്തെയും ഒരു രാജ്യത്തിൻ്റെ ചരിത്രത്തെയും സ്വാധീനിക്കാനാകുമോ എന്ന് ക്ലൗസിൻ്റെ ജീവിതം അതിനുള്ള മറുപടിയാണ്. ഇവിടെയാണ് സെയിൻറ്റ് ബ്രൂഡർ ക്ലൗസ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും വേണ്ടി ഈ താഴെ കാണുന്ന താഴ്വരയിലാണ് അദ്ദേഹം കൂടുതൽ സമയം ചെലവഴിച്ചത്. ഇതിൻ്റെ മുമ്പിൽ കാണുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ജീവിച്ച് വളരെ വിശുദ്ധമായ ഒരു സ്ഥലമായിട്ടാണ് സ്വിറ്റ്സർലൻഡ് ജനത ഈ സ്ഥലത്തെ കാണുന്നത്. പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും ഏകാന്തതയ്ക്കുമായി ചെലവഴിച്ച ഒരു താഴ്വരയാണ് നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. 7 മിനിറ്റോളം നടന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താം. അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു കപ്പേളയുണ്ട്, പള്ളിയുണ്ട്. ഈ സ്ഥലത്ത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിസിറ്റ് ചെയ്ത ഒരു സ്ഥലം കൂടിയാണ് ഇത്. ആയിരത്തി 417 ഉബുവാൾഡൻ കാന്റോണിൽ ജനിച്ച നിക്കോളാസ് ഒരു സാധാരണ സ്വിസ് ഗ്രാമീണ ജീവിതത്തിലാണ് വളർന്നത്. കർഷകനായും സൈനികനായും പൊതുകാര്യങ്ങളിൽ ഉത്തരവാദിത്തങ്ങൾ വഹിച്ച വ്യക്തിയായും അദ്ദേഹം പ്രവർത്തിച്ചു. ഭാര്യ ഡൊറോത്തിയോടൊപ്പം കുടുംബജീവിതം നയിച്ച അദ്ദേഹം 10 മക്കളുടെ പിതാവുമായിരുന്നു. ജീവിതത്തിൻ്റെ മധ്യത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ മറ്റൊരു അന്വേഷണം ശക്തമായി. കൂടുതൽ സമ്പത്തിൻ്റെയോ സ്ഥാനത്തിൻ്റെയോ അന്വേഷണമായിരുന്നില്ല അത്. ജീവിതത്തിന് എന്താണ് അർത്ഥം? മനുഷ്യൻ്റെ ഉള്ളിലെ സമാധാനം എവിടെയാണ്? നാം എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? തുടങ്ങിയ അടിസ്ഥാന ചോദ്യങ്ങളോടുള്ള അന്വേഷണമായിരുന്നു അത്. 50-ാം വയസ്സിൽ ഭാര്യ ഡൊറോത്തിയുടെ പൂർണ്ണ സമ്മതത്തോടെ അദ്ദേഹം റാൻഫ്റ്റ് താഴ്വര തിരഞ്ഞെടുത്ത് ഏകാന്തമായ പ്രാർത്ഥനയിലും ധ്യാനത്തിലും അധിഷ്ഠിതമായ ജീവിതത്തിലേക്ക് മാറി. നിശബ്ദതയും ധ്യാനവും പ്രാർത്ഥനയും ആത്മപരിശോധനയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമായി. പക്ഷേ ആ ഏകാന്തത സമൂഹത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമായിരുന്നില്ല, മറിച്ച് അവിടെ കണ്ടെത്തിയ ആന്തരിക വ്യക്തത തന്നെയാണ് പിന്നീട് അനേകരെ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചത്. സാധാരണ മനുഷ്യർ മാത്രമല്ല, രാഷ്ട്രീയ നേതാക്കളും ഭരണാധികാരികളും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തേടിയെത്തി. ജോൺ പോൾ മാർപ്പാപ്പ 1984 ജൂൺ 14-ാം തീയതി ബ്രൂഡർ നിക്കോളാസിൻ്റെ സ്ഥലം ഇവിടെ സന്ദർശിച്ചു. നമ്മൾ ഈ കാണുന്ന ഇതാണ് ബ്രൂഡർ നിക്കോളാസ് അദ്ദേഹത്തിൻ്റെ ഫാമിലിയുമായി ചെലവഴിച്ച സ്ഥലം, ജീവിച്ച സ്ഥലം. ആയിരത്തി 481 സ്വിസ് കാന്റോണുകൾക്കിടയിൽ ശക്തമായ രാഷ്ട്രീയ ഭിന്നത രൂപപ്പെട്ടു. പുതുതായി അംഗങ്ങളാകാൻ ശ്രമിച്ച പ്രദേശങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങളും അധികാര വ്യത്യാസങ്ങളും സ്വിസ് കൂട്ടായ്മയെ തന്നെ പ്രതിസന്ധിയിലാക്കി. അത്തരം നിർണായക സമയത്താണ് ബ്രദർ ക്ലൗസിൻ്റെ ഉപദേശം ചരിത്രത്തിൽ ഇടം നേടുന്നത്. അദ്ദേഹത്തിൻ്റെ സന്ദേശം സ്വിസ് നേതാക്കൾക്കിടയിൽ ഒത്തുതീർപ്പിനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ സഹായിച്ചു. പിന്നീട് രൂപപ്പെട്ട സ്റ്റാൻസർഫർ കമ്മ്യൂണിസ്റ്റ് സ്വിസ് കോൺഫെഡറേഷൻ്റെ ഐക്യം നിലനിർത്തുന്നതിൽ പ്രധാന ഘട്ടമായി മാറി. ബ്രദർ ക്ലൗസ് ഒരു ഭരണാധികാരിയല്ലായിരുന്നു. അദ്ദേഹത്തിന് സൈന്യമോ രാഷ്ട്രീയ പദവിയോ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ശക്തിയുണ്ടായിരുന്നു. കാരണം അത് അധികാരത്തിൽ നിന്ന് വന്ന ശബ്ദമല്ലായിരുന്നു, ഉള്ളിലെ ശാന്തിയിൽ നിന്നും
ദൈവാനുഭവത്തിൽ നിന്നും വന്ന ഒരു ശബ്ദമായിരുന്നു. ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ കഥ ഇന്നും പ്രസക്തമാകുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മീയത വ്യക്തിപരമായ അനുഭവമായി മാത്രം നിന്നില്ല, അത് സംഘർഷത്തിൻ്റെ സമയത്ത് സമാധാനത്തിനുള്ള ഒരു സാമൂഹിക ശക്തിയായി മാറി. നിയമങ്ങളും ഭരണഘടനയും സാമ്പത്തിക ശക്തിയും സ്ഥാപനങ്ങളും ഒരു രാജ്യത്തിന് അനിവാര്യമാണ്. എന്നാൽ അവ മാത്രം നല്ലൊരു സമൂഹത്തെ സൃഷ്ടിക്കുകയില്ല. മറ്റൊരാളുടെ വാക്ക് കേൾക്കുവാനുള്ള ക്ഷമ, സ്വന്തം അഭിപ്രായം മാത്രമാണ് ശരിയെന്ന പിടിവാശിയിൽ നിന്ന് മാറാനുള്ള വിനയം, പൊതുനന്മയ്ക്കായി വിട്ടുവീഴ്ച ചെയ്യുവാനുള്ള മനസ്സ്, ഇവ ഒരു ജനാധിപത്യത്തിൻ്റെ അടിത്തറയാണ്. അവ രാഷ്ട്രീയ ഗുണങ്ങൾ മാത്രമാണോ? ആഴത്തിൽ നോക്കിയാൽ അവ ആത്മീയ ഗുണങ്ങളുമാണ്. സ്വന്തം ഉള്ളിലെ കോപത്തെയും ഭയത്തെയും അഹങ്കാരത്തെയും നിയന്ത്രിക്കാൻ കഴിയാത്ത മനുഷ്യൻ സമൂഹത്തിലെ വലിയ സംഘർഷങ്ങൾക്ക് എങ്ങനെ പരിഹാരം കണ്ടെത്തും? വ്യക്തിയുടെ ഉള്ളിലെ സമാധാനവും സമൂഹത്തിൻ്റെ സമാധാനവും തമ്മിൽ ഒരു അദൃശ്യ ബന്ധമുണ്ടെന്ന ഓർമ്മപ്പെടുത്തലാണ് ബ്രദർ ക്ലൗസിൻ്റെ കഥ. 1947 പയസ് 12 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഇന്ന് കത്തോലിക്ക സഭാ പാരമ്പര്യത്തിൽ അദ്ദേഹം സ്വിറ്റ്സർലൻഡിൻ്റെ നാഷണൽ പേട്രൺ ആയി ആദരിക്കപ്പെടുന്നു. സെപ്റ്റംബർ 25 സാക്സണിലുള്ള അദ്ദേഹത്തിൻ്റെ സ്മരണസ്ഥലവും സമീപത്തെ റാൻഫ്റ്റ് താഴ്വരയും ഇന്നും അനേകരെ ആകർഷിക്കുന്നു. എന്നാൽ റാൻഫ്റ്റിലേക്ക് പോകുന്ന എല്ലാവരും ഒരേ മതവിശ്വാസത്തോടെ അവിടെ എത്തണമെന്നില്ല. ചിലർ ചരിത്രം അറിയാൻ എത്തുന്നു, ചിലർ പ്രകൃതിയുടെ നിശബ്ദത അനുഭവിക്കുവാൻ, ചിലർ സ്വന്തം ജീവിതത്തിലെ ചോദ്യങ്ങളുമായി. അവിടുത്തെ നിശബ്ദത ഒരുപക്ഷെ എല്ലാവരോടും ഒരേ ചോദ്യം ചോദിക്കുന്നു: നമ്മുടെ ജീവിതം പുറത്തുള്ള വിജയങ്ങളിൽ മാത്രം നിറയുന്നുണ്ടോ, അതോ ഉള്ളിൽ കണ്ടെത്തേണ്ട മറ്റെന്തെങ്കിലും ഇപ്പോഴും ബാക്കിയുണ്ടോ എന്ന്. നമ്മളിപ്പോഴായിരിക്കുന്നത് സെയിൻറ്റ് ബ്രൂഡർ ക്ലൗസ് ജനിച്ച വീടാണിത്. ഈ പുറകിൽ കാണുന്നത് ഇവിടെയാണ് അദ്ദേഹം ജനിച്ചത്. എൻ്റെ ഈ പുറകിൽ കാണുന്ന ഈ വീട്ടിലാണ് സെയിൻറ്റ് ബ്രൂഡർ ക്ലൗസ് അദ്ദേഹത്തിൻ്റെ ഫാമിലിയുമായി താമസിച്ച വീടാണിത്. ഒരു വിശുദ്ധനും അദ്ദേഹത്തിൻ്റെ കുടുംബവും ജീവിച്ചിരുന്ന ഒരു വീടാണ് ഈ പുറയിൽ കാണുന്നത്. ഈ സ്ഥലം വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ വിസിറ്റ് ചെയ്ത ഒരു സ്ഥലവും കൂടിയാണ് ഇത്. ഇന്ന് ലോകം സാങ്കേതികമായി മുമ്പെങ്ങുമില്ലാത്ത വിധം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ മനുഷ്യർക്കിടയിലെ സംഘർഷങ്ങൾ അവസാനിച്ചിട്ടില്ല. മതം, രാഷ്ട്രീയം, ഭാഷ, വംശം, ദേശീയത വിഭജിക്കാനുള്ള കാരണങ്ങൾ പലതുമുണ്ട്. ഈ സാഹചര്യത്തിൽ ബ്രദർ ക്ലൗസിൻ്റെ ജീവിതം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കഥയായി മാത്രം വായിക്കേണ്ടതില്ല. ഒരു സമാധാന കരാറിൽ ഒപ്പുവെക്കുന്നതിന് മുമ്പ് ആ സമാധാനം ആദ്യം രൂപപ്പെടേണ്ടത് മനുഷ്യൻ്റെ മനസ്സിലും ഹൃദയത്തിലുമാണ്. ഒരു വ്യക്തിയുടെ ആന്തരികമായ മാറ്റം ഒരു കുടുംബത്തെ സ്വാധീനിച്ചേക്കാം. ഒരു കുടുംബത്തിൻ്റെ മൂല്യങ്ങൾ സമൂഹത്തിലേക്ക് പകരാം. സമൂഹത്തിൻ്റെ മനോഭാവം രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തെ പോലും രൂപപ്പെടുത്താം. സ്വിറ്റ്സർലൻഡിൻ്റെ ശക്തി അതിൻ്റെ ബാങ്കുകളിലും ആൽപ്സ് മലനിരകളിലും മാത്രം അന്വേഷിച്ചാൽ ഒരു പ്രധാന ഭാഗം നമ്മൾ കാണാതെ പോകും. അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും സംഭാഷണം തുടരാനും ഒത്തുതീർപ്പിൻ്റെ വഴി തേടാനും പഠിച്ച ഒരു രാഷ്ട്രീയ സംസ്കാരവും അതിൻ്റെ ശക്തിയാണ്. ആ ചരിത്രത്തിൻ്റെ ഒരു മൂലയിലുണ്ട് റാൻഫ്റ്റിലെ ചെറിയൊരു കുടീരം. അവിടെ അധികാരമില്ലാത്ത ഒരു മനുഷ്യൻ നിശബ്ദനായി ജീവിച്ചു. എന്നാൽ ആ നിശബ്ദത ഒരിക്കൽ ഒരു രാജ്യത്തിൻ്റെ സംഘർഷത്തിനിടയിൽ കേൾക്കപ്പെട്ടു. അതുകൊണ്ടാണ് ബ്രദർ ക്ലൗസിൻ്റെ കഥ ഇന്നും ഓർമ്മിപ്പിക്കുന്നത്. ലോകത്തെ മാറ്റാനുള്ള എല്ലാ യാത്രകളും അധികാരത്തിൻ്റെ ഇടനാഴികളിൽ നിന്നാവണമെന്നില്ല. ചിലത് മനുഷ്യൻ സ്വന്തം ഉള്ളിൽ നിന്നാണ് ആരംഭിക്കുന്നത്.